എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മഷ്റൂം റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ പെട്ടെന്ന് എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി കൊടുത്തേക്കാവുന്നതുള്ള അതില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ലഞ്ച് കൊണ്ടുവന്നവർക്ക് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു മഷ്റൂം റൈസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മഷ്റൂം 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഒരുപാട് കട്ടിയിലുമല്ല എന്നാൽ ഒരുപാട് കനം കറച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മഷ്റൂംസ് ഒക്കെ കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റും പിന്നെ ഒരു സവാളയാണ് കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ളത്. ഇത് നമുക്ക് നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബേ ലീഫ് എടുത്തിട്ടുണ്ട്, കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. കറുകപ്പട്ടത് ഇതുപോലെ ഒരു കഷ്ണം, 4 ഏലക്കായ, പിന്നെ ഗ്രാമ്പു 4 ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരും. 1 മിനിറ്റ് ഇതിലൊന്ന് ഇട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവോളയാണ് കേട്ടോ. ഇതൊരു മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കാറുണ്ട്. സവോളയൊന്ന് നല്ലപോലെ തന്നെ വഴക്കിയെടുക്കാം കേട്ടോ. സവോള ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം കണ്ടോ, സവോള ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇത് മതിയെ. ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള ഒരു ഉപ്പുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ നമുക്കിപ്പോൾ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മഷ്റൂം നന്നായിട്ടൊന്ന് എന്താ പറയുക, വെന്ത് വരണം. അപ്പോൾ മഷ്റൂമിനൊന്നും അധികം വേവില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് മുറിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ഗ്രീൻ പീസ് ഉപയോഗിക്കാം. ഇത് 1/2 കപ്പ് അളവിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഷ്റൂം വെന്ത് വരുമ്പോൾ, അതായത് മഷ്റൂം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് റിലീസാവും. അതുപോലെ നന്നായിട്ട് അളവും കുറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം റിലീസായിട്ട് വരുമല്ലോ. ഇനി തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ എക്സസ് ആയിട്ടുള്ള ഒരു വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ. പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ അധികം വേവുള്ളതൊന്നുമല്ല, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മഷ്റൂം ആണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടിയാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 3 ടീസ്പൂൺ അളവിൽ, അതായത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകാണ് അത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. ഇതിലേക്ക് ഞാൻ അരമണിക്കൂർ കുതിർത്തിയെടുത്ത ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 കപ്പ് അളവിൽ. ഇതിലേക്ക് ഇനി തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ബസ്മതി റൈസ് എടുത്തത് കൊണ്ട് തന്നെ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1 പോട്ട് റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളോ ഒരുപാട് സംഭവങ്ങളോ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് എന്താ പറയുക, ഒരു പാത്രം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ കുറച്ച് വെക്കുക. അതിനുശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കായിട്ട് വരില്ല, വെള്ളം വറ്റി വരുള്ളൂ. അത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. വെന്ത് വരട്ടെ ഇവിടെ ഇരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാട്ടെ. ഇടയ്ക്ക് ഞാൻ നോക്കിയിരുന്നു വെള്ളം കുറഞ്ഞോന്നൊക്കെയുള്ള കാര്യം. ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ ആകുമ്പോൾ അടിയിൽ പിടിക്കണ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ദേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം റൈസിൻ്റെ റെസിപ്പി തന്നെയാട്ടത്. ഇത് നമുക്ക് എന്താ പറയുക, ഒരു റായത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരിക്കും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചൂടോടുകൂടി ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞ പോലെ തോന്നുന്നത്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. നന്നായിട്ട് റൈസ് ആവശ്യത്തിന് തന്നെ വേവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ വെജിറ്റബിൾസ് ചേർക്കാണ്ട് മഷ്റൂം തന്നെ ഉപയോഗിച്ചിട്ടും ഈ ഒരു റൈസ് ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതല്ലോ കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടം.